ആത്മീയ വ്യവസായത്തിൻ്റെ ഒരു രുചി അറിഞ്ഞ മനുഷ്യരാരും പിന്നെ അതിൽ നിന്ന് വിട്ടുപോകാൻ യാതൊരു സാധ്യതയുമില്ല. എൻ്റെ പ്രദേശത്തും ഇത്തരം ചില സ്വാമിമാരുടെ വ്യത്യസ്തമായ അനുഭവങ്ങളുണ്ട്. ഇപ്പോൾ ഗോപൻ സ്വാമിയുടെ സമാധിയുമായി ബന്ധപ്പെട്ട് വന്നപ്പോഴാണ് ആ കഥയൊക്കെ ഞാൻ ഓർത്തത്. സത്യം പറഞ്ഞാൽ ഒരു കാര്യം പറയട്ടെ, കേരളം അല്പനാളുകൾ കൂടി കഴിഞ്ഞാൽ വൃദ്ധരുടെ കേരളമായി മാറും. എന്നുവെച്ചാൽ ചെറുപ്പക്കാരായ ആളുകൾ കൊള്ളാവുന്ന എന്തെങ്കിലും പണിക്ക് വേണ്ടി എവിടെയെങ്കിലുമൊക്കെ പൊയ്ക്കഴിയുമ്പോൾ വാർദ്ധക്യം ബാധിച്ചവരുടെ കേരളമായി മാറും. ഈ സന്ദർഭങ്ങളിൽ വീട്ടിൽ കിടക്കുന്ന മരിക്കുന്നവരെ ഉൾപ്പെടെ കൃത്യമായ സാക്ഷിമൊഴികളെടുത്ത് 100% ബോധ്യപ്പെട്ട് എല്ലാവരുടെ കയ്യിൽ നിന്നും പരാതിയില്ലെന്ന് എഴുതി വാങ്ങിച്ചതിന് ശേഷം മാത്രമേ അതൊരു സ്വാഭാവിക മരണമായി ഇനിയുള്ള കാലത്ത് വിധി എഴുതാൻ പറ്റൂ. അപ്പോൾ കീറി മുറിച്ചു, പോസ്റ്റ്മോർട്ടം ചെയ്തു എന്നൊക്കെ പറയുന്നതൊന്നും ഒരു വേദനയായിട്ട് കാണേണ്ടതേയില്ല. കാരണം ഇപ്പോൾ സത്യം പുറത്തു കൊണ്ടുവരുവാൻ അത് വളരെ അനിവാര്യമായ സംഗതിയാണ്. അമ്മയെ കുഴിച്ചു മൂടുന്ന മക്കൾ, അച്ഛനെ വെട്ടിക്കൊല്ലുന്ന മക്കൾ, സ്നേഹിക്കുന്ന പെണ്ണ് ഇറങ്ങി കൂടെ പോന്നു കഴിയുമ്പോൾ പിന്നെ വെട്ടി ഞുറുക്കി പീസാക്കി ഫ്രിഡ്ജിൽ വെക്കുന്ന മനുഷ്യരുടെ കാലത്തൊക്കെ ഈ വൃദ്ധരായ ആരോഗ്യമില്ലാത്ത പാവത്തുങ്ങളുടെ കാര്യം കട്ടപ്പുകയാണ്. അതുകൊണ്ട് ഈ സ്വാമിയുടെ മാത്രമല്ല, പൊതുവിൽ ഇങ്ങനെയുള്ള മരണങ്ങളൊക്കെ വളരെ ശ്രദ്ധാപൂർവം പോലീസും നിയമപാലകരും നോക്കിക്കാണണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഈ അഭിപ്രായം ഇവിടെ ഇരിക്കട്ടെ. ഞങ്ങളുടെ ഇവിടെയും ചില സ്വാമിമാർ ഉദയം ചെയ്തിരുന്നു. അതിൽ ഒരു സ്വാമി, അദ്ദേഹം ആളും തരവും അറിഞ്ഞാണ് പ്രവർത്തിച്ചിരുന്നത്. അദ്ദേഹം വളരെ പെട്ടെന്ന് സ്വാമിയായി രംഗത്ത് വന്നതിന് ശേഷം ക്രിസ്ത്യാനികളായ ആളുകൾ വന്നാൽ ബൈബിള് വാങ്ങിച്ച് കന്നേറ്റി പള്ളിയിൽ കൊണ്ട് കൊടുക്കാൻ പറയും. മുസ്ലിങ്ങളായ ആളുകളാണ് വരുന്നതെങ്കിൽ സ്വാമി പറയും, ഒരു ഖുർആൻ വാങ്ങിച്ച് ഞങ്ങളുടെ കരുനാഗപ്പള്ളിയിലെ താജ്മഹൽ പള്ളിയുണ്ട്, ഷേഖ് മസ്ജിദിൻ്റെ, അവിടെ കൊണ്ട് കൊടുത്തേക്കാൻ പറയും. ബാക്കിയുള്ള മതങ്ങളുടെ മാത്രമേ പുള്ളി സ്വീകരിക്കുകയുള്ളൂ. അതുകൊണ്ട് ജാതിമത ഭേദമന്യേ സ്വാമിക്ക് മുന്നിൽ ആളുകളുടെ ക്യൂ ആയിരുന്നു. ഈ താത്താമാരോടൊക്കെ അത് ശരിയാണോ എന്ന് ചോദിച്ചാൽ പുള്ളി എത്ര ശരിയായ കാര്യമാണ് പറയുന്നത്. പുള്ളി വേറൊന്നും പറയുന്നില്ലല്ലോ, ഖുർആൻ വാങ്ങിച്ച് പള്ളി കൊണ്ട് കൊടുക്കാനല്ലേ പറയുന്നുള്ളൂ എന്നതാണ് സ്വാമിയുടെ സംഗതി. അവസാനം സ്വാമിയുടെ അവിടെ വരുന്ന അന്തേവാസികൾക്ക് ആഹാരം പാചകം ചെയ്യാൻ നിന്ന ആളും മൈക്ക് കൊണ്ടുവന്ന് കെട്ടിക്കൊടുക്കുന്ന സ്പീക്കറൊക്കെ കൊണ്ട് കൊടുക്കുന്ന ആളും സ്ഥിരമായി ഈ പണി കണ്ട് അവരപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും മാറി വേറെ 2 സ്വാമിമാരങ്ങായി. ഇതിനിടയിൽ ഈ പാവം സ്വാമി മരിച്ചുപോയി. അപ്പോൾ പിന്നെ അനുയായികൾ കൂടുതൽ ആളുകൾ അവിടേക്ക് ചെല്ലാൻ തുടങ്ങി. അവർ 2 പേരും ഈ സ്വാമിയോടൊപ്പം നിന്ന് പാചകം ചെയ്തവരും പിന്നെ മൈക്ക് പ്രവർത്തിപ്പിച്ചവരുമാണ്. അവർ പറഞ്ഞത് ഈ സ്വാമിയുടെ ആത്മാവ് അങ്ങോട്ട് കയറി എന്നാണ്. എന്തായാലും വഴക്കും വയ്യാവേലിയും ഇല്ലാതെ വളരെ സന്തോഷപൂർവ്വം അവർ ജീവിക്കുന്നുണ്ട്. കുറച്ച് നാളുകൾക്ക് ശേഷം ഈ സ്വാമിയുടെ മകൻ കച്ചവടമൊക്കെ നിർത്തി സ്വാമിയായ ഒരു അരങ്ങേറ്റം നടത്തി. പക്ഷേ ഏറ്റില്ല. കാരണം ഈ അനുയായികളെയൊക്കെ മറ്റേ 2 സ്വാമിമാർ, പാചകസ്വാമിയും അതുപോലെ ഈ പറയുന്ന സ്വാമിയും കൊണ്ടുപോയിരുന്നു. പിന്നെ വേറൊരാൾ എൻ്റെ വീട്ടിലൊക്കെ പണിക്കൊക്കെ വന്നിട്ടുള്ള ആളായിരുന്നു, നല്ലൊരു അണ്ണനായിരുന്നു. വളരെ പെട്ടെന്ന് പുള്ളിയും ഇതുപോലെ അങ്ങ് മാറി. പുള്ളിയെ കൊണ്ട് പിന്നെ ശല്യമൊന്നും ഉണ്ടായില്ല. പണിക്കൊക്കെ പോക്ക് നിർത്തി ഇതുപോലെ നടന്ന് അവസാനം അദ്ദേഹം പിന്നെ സ്വാഭാവികമായി മരണപ്പെട്ടങ്ങ് പോയതാണ്. ഇങ്ങനെയൊക്കെ നടന്നാൽ ഇതിൻ്റെ പലതരം വേർഷൻസ് ഇന്ന് സമൂഹത്തിൽ നന്നായി വിൽക്കുന്നുണ്ട്. ഇത് ഈ മതത്തിൽ മാത്രമല്ല, ഇസ്ലാം മതത്തിലുമുണ്ട് ഇതിൻ്റെ വ്യത്യസ്ത തരം അഭ്യാസികൾ. ഒരു കിഡ്നി രോഗം ബാധിച്ച ഒരു സ്ത്രീ, അവർ കൃത്യസമയത്ത് ചികിത്സ എടുക്കേണ്ടതിന് പകരം ഷുഗർ കൂടി കണ്ണൊക്കെ പോയപ്പോൾ ഇതുപോലൊരു മൊയ്ലിയാർ വെള്ളം ഒഴിച്ചു കൊടുത്ത് 2 കണ്ണിൻ്റെയും കാഴ്ച അങ്ങ് പോയി. കിഡ്നിയുടെ അസുഖം കൂടി പാവം മരിച്ചും പോയി. ഇതുപോലെ ഒരുപാട് ചികിത്സകളും തട്ടിപ്പുകളും ഒക്കെ പല രൂപത്തിൻ്റെയും ഭാവത്തിൻ്റെയും പേരിൽ അറിയാവുന്ന പല മനുഷ്യരെയും ഇതുപോലെയൊക്കെയുള്ള കോലങ്ങളാക്കി നടക്കിയിരുത്തിയും സമാധിയിരുത്തിയും മക്ബറ കെട്ടിപ്പൊക്കിയും ഒക്കെ യഥേഷ്ടം കച്ചവടം നടക്കുന്നുണ്ട്. ക്രൈസ്തവ മതത്തിൽ ഇതിൻ്റെ ഒരു സാധ്യത തിരിച്ചറിഞ്ഞാണ് നമ്മുടെ കൃപാസനം വളരെ വ്യവസ്ഥാപിതമായ രീതിയിൽ ഇതിനെയെല്ലാം വെല്ലുന്ന രീതിയിൽ മനോഹരമായി കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്നുണ്ട്. ഏതായാലും സർക്കാർ എന്ന് പറയുന്ന സംവിധാനം ഇത്തരം കാര്യങ്ങളിൽ കൂടി ഒരു ശ്രദ്ധ വെച്ചിരുന്നെങ്കിലെന്ന് വെറുതെ ആഗ്രഹിച്ചു പോവുകയാണ്. ആളുകളെ യഥേഷ്ടം കിട്ടുന്നൊരു മേഖലയാണ് ഈ മേഖല. സത്യം.